ഇറാൻ യുദ്ധം വഴി ഗൾഫിലാകെ ഉണ്ടായ പ്രതിസന്ധി 90കളിലെ ഇറാഖ് കുവൈറ്റ് യുദ്ധകാലത്തേക്കാൾ പ്രവാസികൾക്കും ഇന്ത്യക്കും കഠിനമോ? ഗൾഫിലുള്ളത് 1 കോടിയോളം ഇന്ത്യക്കാർ. ഇവിടുത്തെ വിവിധ നാടുകളിലുള്ളവർ തീമേഘങ്ങളുടെ ആധിയിൽ. ക്രൂഡ് ലഭ്യത, മലയാളികൾ അടക്കമുള്ളവരുടെ വ്യാപാരം, കയറ്റുമതി, ബിസിനസ് എന്നിവയെല്ലാം പ്രതിസന്ധിയിൽ. യാത്ര പോലും പ്രയാസകരം. സംഘർഷം അനന്തമായി നീളുമോ എന്നും ഭയാശങ്ക. മിഡിൽ ഈസ്റ്റിലേക്കുള്ള വിദ്യാർത്ഥികളുടെ ഒഴുക്ക് ഗണ്യമായി കുറയാനും സാധ്യത. വർഷങ്ങളുടെ അധ്വാനം കൊണ്ട് പടുത്തുയർത്തിയ ബ്രാൻഡ് ദുബൈയിൽ കരിനിഴൽ വീഴ്ത്തി ഇറാൻ യുദ്ധം. മിഡിൽ ഈസ്റ്റിലെ ആഗോള നഗരമായി ലോകത്തിനു മുന്നിൽ നിൽക്കുന്ന ദുബൈ സുരക്ഷിതത്വ ഭീഷണിയിൽ. മിസൈൽ ഭീഷണികൾ, വിമാന യാത്രാ തടസ്സങ്ങൾ എന്നിവയെല്ലാം ടൂറിസത്തിനും തിരിച്ചടി. വ്യാപാര ചുങ്കം മുതൽ ഇറാൻ യുദ്ധം വരെയുള്ള തുടർച്ചയായ പ്രശ്നങ്ങൾക്കിടയിൽ ഇന്ത്യൻ ഓഹരി വിപണിയിൽ 1000 കോടിയിലേറെ മൂല്യമുള്ളവയിൽ 80% കമ്പനികളും കരടിപ്പിടിയിൽ. ഇതിൽ 2 കമ്പനികളുടെയും ഓഹരി വില സർവകാല റെക്കോർഡിൽ നിന്ന് 30% താഴ്ന്നതായി പഠനം. സെൻസെക്സ് ഇന്നിടിഞ്ഞത് 2% വരെ. ശിവഗംഗ വ്യവസായ പാർക്കിൽ ടയർ നിർമ്മാണ ഫാക്ടറി തുടങ്ങാൻ തമിഴ്നാട് സർക്കാരുമായി ധാരണാപത്രം ഒപ്പുവെച്ച് MRF. 12 വർഷം കൊണ്ട് 5300 കോടി രൂപയുടെ നിക്ഷേപവും 1000 തൊഴിലവസരവും ലക്ഷ്യം. വാൾമാർട്ടിന്റെ പിന്തുണയുള്ള ഇന്ത്യൻ ഫിൻടെക് സ്ഥാപനമായ ഫോൺപേ 90000 കോടി രൂപ സമാഹരണ ലക്ഷ്യമിട്ട് ഓഹരി വിപണിയിലേക്ക് നീങ്ങുന്നതായി റിപ്പോർട്ട്. വാൾമാർട്ടിന് ഫോൺപേയിലുള്ള ഓഹരി വിഹിതം 12% കണ്ട് കുറയ്ക്കും. ടൈഗർ ഗ്ലോബലും മൈക്രോസോഫ്റ്റും ഓഹരി വിൽക്കും. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.